ഹായ് എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ് പ്ലസ് വണ്ണിൻ്റെ എക്സ്ക്ലൂസീവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ, നമ്മുടെ എക്സാമിന്, മോഡൽ എക്സാമിനും അതേപോലെ പബ്ലിക് എക്സാമിനും ഈ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്ന്. ഓക്കെ, സോ സ്റ്റാർട്ട് ഫ്രം ജേണൽ. ജേണൽ നമുക്ക് നോക്കാം. Journal is the book of original entry. Okay, it is a book of original entry. ആദ്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ എവിടേക്കാണ് രേഖപ്പെടുത്തി വെക്കുന്നത്? ജേണലിലേക്കാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇവിടെ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി, ദാറ്റ് ഈസ് ഒറിജിനൽ എൻട്രി എന്ന് പറയല്ലേ. ആൻഡ് ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ലെഡ്ജറിലേക്ക് നമ്മൾ ഏറ്റവും അവസാനമാണ് കാര്യങ്ങൾ മാറ്റുന്നത്. ജേണൽ കഴിഞ്ഞ് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നില്ല, അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും, എന്നിട്ട് ബാലൻസ് ചെയ്യാണ് ചെയ്യുക. സോ ലെഡ്ജർ ഈസ് നോൺ ആസ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നോർത്ത് വെക്കാം. ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഫസ്റ്റ് ഇൻ ദ ജേണൽ. ആദ്യം തന്നെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക എവിടേക്കാണ്? ജേണലിലേക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ ട്രാൻസാക്ഷൻസ് പ്രൈമർലി അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ജേണൽ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലെഡ്ജർ നമ്മൾ എന്താ ചെയ്യുക? ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫൈനലി ഇൻ ദ ലെഡ്ജർ. നമ്മൾ ജേണലിനകത്ത് നിന്ന് ഏറ്റവും അവസാനം നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ലെഡ്ജറിലേക്കാണ് മാറ്റുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾ ലെഡ്ജറിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷൻസ് മാറ്റുന്നത്. സോ അടുത്ത പോയിന്റ് നോക്കാം. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. എന്താണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? കാലാനുക്രമത്തിലെ ഓർഡറിലാണ് നമ്മൾ എഴുതുക. 1-ാം തീയതി നടന്ന കാര്യം നമ്മൾ ആദ്യം എഴുതി വെക്കും. തൊട്ടടുത്ത ദിവസം നമ്മൾ 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, ആ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതി വെക്കുന്നത്. കാലാനുക്രമത്തിലാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ജേണലിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. വേർ ഇൻ ദ ലെഡ്ജർ നമ്മൾ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇൻ ദ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എൻ അനലിറ്റിക്കൽ മാനർ. അനലിറ്റിക്കൽ മാനറിലാണ് നമ്മൾ കാര്യങ്ങൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ലെഡ്ജറിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് സാലറി മാത്രമേ നമ്മൾ അവിടെ സാലറി അക്കൗണ്ട് കാണിക്കാൻ പാടുള്ളൂ. വേജ് അക്കൗണ്ട്, വേജ് മാത്രമേ നമുക്ക് കാണിക്കാൻ വേണ്ടി പാടുള്ളൂ. പർച്ചേസിനകത്ത് പർച്ചേസ് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ അല്ലേ. ക്യാഷ് ബുക്ക് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ലെഡ്ജറിൽ നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് അനലിറ്റിക്കൽ മാനറിലാണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് വൺ, സോഴ്സ് ഡോക്യുമെന്റ് ഫോംസ് ദ ബേസിസ് ഓഫ് റൈറ്റിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. നോക്കൂ, ജേണൽ നമ്മൾ എഴുതാനുള്ള അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ജേണൽ ചെയ്യുന്നതിനൊക്കെ സോഴ്സ് ഡോക്യുമെൻ്റ് ആവശ്യമാണ്. നമുക്കറിയാം, ബില്ല്, ഇൻവോയ്സ് അല്ലേ, ചെക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സോഴ്സ് ഡോക്യുമെൻ്റുകളായിട്ട് വെക്കാറുണ്ട്. ആൻഡ് എൻട്രീസ് ഇൻ ദ ജേണൽ ഫോംസ് ദ ബേസിസ് ഓഫ് റൈറ്റിംഗ് ലെഡ്ജർ. എന്നാൽ ലെഡ്ജറിൻ്റെ ബേസ് എന്താണ്? ലെഡ്ജറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജേണലാണ് അല്ലേ. ജേണൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, ദെൻ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ഇവിടെ നമുക്കൊരു മാർക്ക് കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു മാർക്കിന് ചോദ്യം വരാറുണ്ട്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ജേണൽ ഈസ് കോൾഡ് ഡാഷ്, ദാറ്റ് ഈസ് ജേണലൈസിങ്. ജേണലൈസിങ് മാറിപ്പോരുത്. എന്നാൽ ഇപ്പോഴത്തോ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ഇത് ഞാൻ റിപ്പീറ്റിംഗ് ആയിട്ട് നമ്മുടെ എക്സാമിന് വരുന്നതാണ്. ജേണൽ നമ്മൾ ലെഡ്ജറിലേക്ക് ആ ഐറ്റങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസും മാറ്റുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ആ പോയിന്റ് ഓർത്ത് വെക്കടാ. അവിടെ നമുക്ക് എക്സാമിന് 1 മാർക്ക് ചോദ്യം വരാറുണ്ട്. അതൊരു ഡിഫറൻസ് പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ആൻഡ് ബാലൻസിങ് ഈസ് നോട്ട് ഡൺ ഇൻ ജേണൽ. ജേണൽ നമ്മൾ ബാലൻസ് ചെയ്യാറില്ല. നിങ്ങൾ ബാലൻസ് ചെയ്യാറുണ്ടോ? ജേണൽ എഴുതി പോവല്ലേ ചെയ്യാറുള്ളൂ, നമ്മളതിനെ ബാലൻസ് ചെയ്ത് വെക്കാറില്ല അല്ലേ. എന്നാൽ ലെഡ്ജറിനകത്തോ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ബാലൻസ് ചെയ്യണം നമ്മൾ. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.